ഇനി പറയാനുള്ളത് കേവലം കെട്ടിച്ചമച്ചൊരു നുണക്കഥയല്ല, എഴുതി തയ്യാറാക്കപ്പെട്ട തിരക്കഥയുമല്ല. 60 മിനിറ്റ് നേരം നാളെ സംഘടിപ്പ് നൽകുന്ന ഒരു പോരാട്ടം ഈ സ്റ്റേഡിയത്തിൽ. കണ്ടം പൂട്ടിയ ഭൂവുടമയുടെ വീടിന് മുമ്പിൽ 101 ദിവസം നിരാഹാര സത്യാഗ്രഹമിരുന്ന കാൽപന്ത് കുരുക്കന്മാരുടെ ചരിത്ര ഭൂമികയിൽ നിന്ന് പറയാൻ ഒരുപാട് വിജയഗാഥകളും പയറ്റാൻ അതിലേറെ അടവുകളുമായി വാളിന്റെ മൂർച്ചകളുള്ള പാദങ്ങളിൽ നിന്ന് ചുരുക്കിയുടെ വേഗതയിൽ പായുന്ന ഷോട്ടുകൾ ഉതിർത്താൽ കരിങ്കല്ലിനെ വെല്ലുന്ന വിധിമാറ് പരിചയാക്കി കടിഞ്ഞാണിടാൻ കേൾപ്പുള്ള ഉമർ, മാർക്ക്, റൊമാനിയോ എന്നീ ഐവറി കോസ്റ്റ് താരങ്ങളുമായി മമ്പാടിന്റെ മാണിക്കക്കല്ലുകൾ. ഫ്രണ്ട്സ് മമ്പാട് ഒരു ഭാഗത്തെങ്കിൽ മറുചേരിയിലേക്ക് അഖിലേന്ത്യാ സെവൻസിൽ കൊണ്ടും കൊടുത്തും കൊല്ലവിളിച്ചും അറപ്പ് തീർന്ന അധോലോക നായകന്മാർ. പച്ചില ചാർത്തുകളിൽ നിന്ന് മൃതസഞ്ജീവനി തീർത്ത ആയുർവേദാചാര്യന്മാരുടെ നാട്ടിൽ നിന്ന് എതിരാളികളുടെ നട്ടുപുളക്കുന്ന മർമാനുഭൂതികളുമായി ഗോൾ വലക്ക് മുമ്പിൽ ഷാലു ഇരകൊളുത്തിയ ചൂണ്ടക്കാരന്റെ കുളത്തറുത്ത് മാറ്റാൻ പ്രതിരോധത്തിൽ ഷമീൽ ഇടത് വിങ്ങിലൂടെ ഇടത്തടവില്ലാതെ ഇടിച്ചു കയറി ഇടത് പോസ്റ്റിന്റെ ഇടത് കോണിലേക്ക് ഇടംകലം കാലുകൊണ്ട് നിറയൊടിക്കാൻ സഫീറും ചോട്ടാറിയാസും ആഫ്രിക്കൻ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അയുദ്ധം കൽപ്പിക്കപ്പെട്ട കറുത്ത വർഗക്കാരൻ മുഹമ്മദ്, ബോസോ, ബെഞ്ചമിൻ എന്നീ വമ്പന്മാരുമായി ഈ സീസണിൽ 8 ഫൈനൽ മത്സരങ്ങൾ കളിച്ച ടീം. ഈ സീസണിൽ മാത്രം 6 വിജയ കിരീടങ്ങൾ ഇടനെഞ്ചോടക്കി പിടിച്ച തമ്പുരാക്കന്മാർ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീം. വാക്കിലും നാക്കിലുമല്ല കണങ്കാലിലാണ് കളിയെന്ന് ആധുനിക ഫുട്ബോളിനോട് പറഞ്ഞു തന്ന ആ ഗ്ലാമർ പട സെവൻസിലെ തലപ്പാവ് ധരിച്ച ബാദുഷമാർ അവരാണ്. എടപ്പയിൽ ഫ്ലോറിംഗ് സബാൻ കോട്ടക്കലിന്റെ ദേഹത്ത് നാളെ മണ്ണ് പറ്റുമെന്ന് ഫ്രണ്ട്സ് മമ്പാടിന്റെ കിഡ്നി അടിച്ചു പൊട്ടിക്കുമെന്ന് സബാൻ കോട്ടക്കൽ. നാളെ കാണികൾക്ക് കണ്ണടക്കാൻ പോലും കഴിയില്ല.